ശ്വാസം മുട്ടായിരുന്നു, നിർത്താതെയുള്ള ചുമ, പിന്നെ ശ്വാസം മുട്ടിലേക്ക് മാറി കണ്ടിന്യൂസ് ആയിട്ടുള്ള ശ്വാസം മുട്ട്. പല സ്ഥലത്തും പല ഡോക്ടേഴ്സിനെയും കാണിച്ചു. അപ്പോൾ അവരെല്ലാവരും പറഞ്ഞത് ഒരു 12 വയസ്സോട് കൂടി രോഗം മാറും, അതുവരെ നമ്മൾ എന്തായാലും മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഭയങ്കര സിവിയറായിട്ട് ശ്വാസം മുട്ട് വരികയും പുലർച്ചെ 2 മണി 3 മണി ഈ സമയത്തൊക്കെ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയായിരുന്നു. ദിവസം തോറും അങ്ങനെ പോകേണ്ടി വന്നിരുന്നു. അങ്ങനെ ഞാൻ ഈ ഉടമ്പടിയെ കുറിച്ചിട്ട് എൻ്റെ ഒരു സുഹൃത്ത് വഴി അറിയാനിടയാവുകയും എനിക്ക് പക്ഷേ കേട്ടപ്പോൾ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അന്ന് വരാനായിട്ട്. 2019 നമ്മൾ ഈ ഉടമ്പടിയെ കുറിച്ചൊക്കെ കേട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ അത്ര നല്ല ന്യൂസും പലതും കേൾക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് ഭയങ്കര മടിയായിരുന്നു വരാനായിട്ട്, ഒട്ടും ഇൻട്രസ്റ്റ് തോന്നിയിരുന്നില്ല. അപ്പം അങ്ങനെ ഞാൻ എങ്കിലും ചേച്ചിയോട് നോ പറയാനുള്ളൊരു വിഷമമുള്ളിലുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വപ്നത്തിലെ പരിശുദ്ധ അമ്മേനെ കാണാനിടയായി. അമ്മേനെ ഒരു ഗ്രൗണ്ടിൽ, അതായത് ഒരു വീടിൻ്റെ മുറ്റത്ത് അമ്മയുടെ സ്റ്റാച്ചു നിൽക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. ആ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് ഞാൻ നടന്നു വരുമ്പോൾ ആ സ്റ്റാച്ചു പിന്നെ എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോരുകയാണ്. ഞാൻ ആ മുന്നിൽ വന്ന് നിന്നിട്ട് മാതാവിൻ്റെ കണ്ണിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പോൾ മാതാവ് എൻ്റെ ഒപ്പം ഇങ്ങ് നടന്നു പോന്നു. അപ്പോൾ അമ്മ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഒരു വെള്ള കളറായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിങ്ങനെ മാതാവിനെ സ്വപ്നത്തിൽ കണ്ടു, പക്ഷേ അമ്മ ഒരു മുഷിഞ്ഞ കളർ ഡ്രസ്സാണല്ലോ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. അമ്മമാരൊക്കെ പരിശുദ്ധ അമ്മയുടെ എല്ലാ ഇതിലും നീല കളറിലൊക്കെയല്ലേ കണ്ടേണേ എന്ന് ഞാനിങ്ങനെ പറയണ്ടായി.